അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ കുട്ടികളെ, നമ്മൾ ദുറൂസിൻ്റെ റിവിഷൻ വീഡിയോ ഒക്കെ ചെയ്തു. നിങ്ങളെല്ലാവരും കേട്ട് പഠിച്ചു. ഇനി നമുക്ക് ഒരു മോഡൽ ചോദ്യപേപ്പറും ഒന്ന് നോക്കണം എന്നെല്ലാവർക്കും താല്പര്യം ഉണ്ടാകും. മോഡൽ ചോദ്യപേപ്പർ കണ്ടാൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ. അപ്പോൾ ഈ വർഷം 5ാം ക്ലാസ്സിൽ പുതിയ പുസ്തകമായതുകൊണ്ട് പുതിയ സമസ്ത മുന്നേ നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയില്ല. ആദ്യമായിട്ടാണ് ഈ പുസ്തകത്തിൻ്റെ പരീക്ഷ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യപേപ്പർ, ഞാനിവിടെ ചെയ്യുന്ന ഈ ചോദ്യപേപ്പർ ഒരിക്കലും സമസ്തയുടെ ഔദ്യോഗിക ഒരു ചോദ്യപേപ്പർ അല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ വന്ന ചോദ്യങ്ങൾ അതിൽ വരൂല എന്നോ ഇതിൽ വന്ന ചോദ്യങ്ങൾ അതിൽ വരുമെന്നോ ഒന്നും ഉറപ്പിക്കാൻ പറ്റൂല. ഇത് ചില ഉസ്താദുമാർ അവരുടെ കഴിവിനനുസരിച്ച് ഓരോ ചോദ്യങ്ങൾ ഉണ്ടാക്കിയതാണ്. അതല്ലാതെ സമസ്ത ഔദ്യോഗികമായി പുറത്തിറക്കിയ മോഡൽ ചോദ്യപേപ്പറൊന്നും അല്ല ഈ ചോദ്യപേപ്പർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതുപോലൊക്കെ ഈ മോഡലിലൊക്കെ ചോദ്യങ്ങൾ വരാൻ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഈ ചോദ്യപേപ്പർ. അതുപോലെ നമ്മൾ പഠിച്ചതൊക്കെ ഉഷാറായിട്ടുണ്ടോ, നമുക്ക് ഓർമ്മ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വളരെ ഉപകാരമാണ്. അപ്പോൾ ദുറൂസുൽ ഇഹ്സാന്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ, ഒന്നാമത്തെ ചോദ്യം കാണുന്നുണ്ടോ? മദ്യപാനം ഹലാലാണെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഉത്തരമുണ്ട്. ജിന്നുകൾ, ഇഖ്ലാസ്, പിശാജ്, വാഖിയ പാരായണം ചെയ്യുക, മുർത്തദ്. എന്താ ഉത്തരം? മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അല്ലേ? ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാണെന്ന് പറഞ്ഞാൽ എന്താവും? അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അടുത്ത ദാരിദ്ര്യം നീങ്ങും. ദാരിദ്ര്യം നീങ്ങുക എപ്പോഴാണ്? വാഖിയ പാരായണം ചെയ്യുക, അതായത് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ദാരിദ്ര്യം നീങ്ങും. അടുത്ത തീ കൊണ്ട് സൃഷ്ടിച്ചു. തീ കൊണ്ട് ആരെയാണ് സൃഷ്ടിച്ചത്? ജിന്നുകളെ. അടുത്തത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കലാണെന്ത്? ഇഖ്ലാസ്. അടുത്ത ജിന്നുകളിൽ നിന്നുള്ള വിഭാഗം, ജിന്നുകളിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പാണ് ആര്? പിശാചുക്കൾ. അടുത്ത് പൂരിപ്പിക്കാം. ഇന്ന ശൈത്വാന ഡാഷ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം അറബികളൊക്കെ കാണാതെ നമ്മൾ പഠിക്കണം. നമ്മുടെ പുസ്തകത്തിൽ ഈ ശൈത്താനെ പറ്റി പറയുന്ന പാഠത്തിൽ തന്നെ ഇഷ്ടംപോലെ അറബികളുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ഇന്ന ശൈത്വാന യജിരി മിനൽ ഇൻസാനി മജ്റദ്ദമി. എങ്ങനെ പഠിക്കുക? ഇന്ന ശൈത്വാന യജിരി മിനൽ ഇൻസാനി മജ്റദ്ദമി. മനുഷ്യന്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന ഇടത്തെല്ലാം പിശാച് സഞ്ചരിക്കും. അതായത് രക്തം പോകുന്ന സ്ഥലത്തൊക്കെ പിശാചും സഞ്ചരിക്കും. അടുത്തത് ഒരു പാട്ട് പൂരിപ്പിക്കാനാണ്. എന്താണ് പാട്ട്? അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതോഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. കണ്ടോ? അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതോഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. ആ പാട്ട് പൂരിപ്പിക്കാൻ. അടുത്തത് തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ വതിബാഉ അഹ്വാ റഅസു ശർരി ഹബായില. അടുത്ത പാഠത്തിലെ പാട്ടാണിത്. ദാ തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ വതിബാഉ അഹ്വാ റഅസു ശർരി ഹബായില. അപ്പോൾ ആ പാട്ടാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. അവിടെ ഉത്തരം എഴുതാം. പിശാചുകൾ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യും. എന്തിനെല്ലാം? എന്തിനൊക്കെയാണ് പിശാച് നമ്മളെ പ്രേരിപ്പിക്കുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യുക? ഇതാ, നമ്മെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും. രണ്ട് കാര്യമാണ്. തെറ്റ് ചെയ്യാൻ എന്താ? പ്രേരിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്യുക. നന്മയിൽ നിന്നാണെങ്കിലോ പിന്തിരിപ്പിക്കുക, ഡീമോട്ടിവേറ്റ് ചെയ്യുക. നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും. അതാണ് ആര് ചെയ്യുന്ന പണി? പിശാച് ചെയ്യുന്ന പണി. അടുത്തത് റിദ്ദത്ത് എന്നാൽ എന്ത്? രണ്ടാമത്തെ ചോദ്യം എന്താണ്? റിദ്ദത്ത് എന്നാൽ എന്ത്? റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക. അപ്പോൾ അങ്ങനെ ഇതിൽ മാത്രം മാർക്ക് കിട്ടൂല. ഇവിടെ ഒരു ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്. എന്താ? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിവിഷൻ വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ
പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളൊരു മുസ്ലിം ആയിരിക്കണം. പിന്നെ 3 കാര്യങ്ങളൊക്കെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് എന്ത് പറയുക? റിദ്ദത്ത് എന്ന് പറയുക. അടുത്ത 3-ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചു ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചത്? ആരെയാണ്? പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും. പഠിച്ചില്ലേ? പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു. അടുത്തത്, ഹുറൈമുൽ അസദിയിൽ ഉണ്ടായിരുന്ന നല്ലതല്ലാത്ത 2 ശീലങ്ങൾ. അപ്പോൾ ഹുറൈമുൽ അസദി എന്ന് പറയുന്ന ഒരു സ്വഹാബി അല്ലേ, അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഹുറൈമുൽ അസദി ഒരു നല്ല മനുഷ്യനാണ്, എന്നാൽ മുടി നീട്ടി വളർത്തുകയും ഉടുമുണ്ട് ഞെരിയാണിക്ക് താഴെ ഇറക്കുകയും ചെയ്യുന്ന ശീലം അദ്ദേഹം ഒഴിവാക്കിയിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു. 2 ശീലങ്ങളാണ് അയാൾ ഒഴിവാക്കേണ്ടത്, അദ്ദേഹം ഒഴിവാക്കേണ്ടത്. എന്തൊക്കെയാണ്? മുടി നീട്ടി വളർത്തുന്നത് ഒഴിവാക്കണം, ഉടുമുണ്ട് ഞെരിയാണിക്ക് താഴെ ഇറക്കുന്നതും. അടുത്ത ചോദ്യം, തഖ്വ എന്നാൽ എന്ത്? കാണുന്നില്ല ചോദ്യം? 5-ാമത്തെ ചോദ്യം, തഖ്വ എന്നാൽ എന്ത്? തഖ്വക്ക് പല ഡെഫിനിഷനും നമ്മളെ പാഠത്തിൽ അന്ന് നമ്മൾ റിവിഷനിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ളത്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക, നിരോധിച്ച കാര്യങ്ങൾ വെടിയുക. അടുത്തത്, ആശ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥം എഴുതാനാണ്. 1-ാമത്തെ ചോദ്യം എന്താ? ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. അതിന്റെ അർത്ഥം എഴുതാനാണ്. എന്താ അർത്ഥം? തീർച്ചയായും, നിശ്ചയം പിശാജ് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. പിശാജ് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. അടുത്തത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതിന്റെ അർത്ഥം എന്താണ്? ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്താ പറഞ്ഞത്? ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അടുത്തത്, തവഫനി മുസ്ലിമൻ അൽഹിഖ്നി ബിസ്സാലിഹീൻ. അതിന്റെ അർത്ഥം ഇതാണ്. എന്താ അർത്ഥം? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ അർത്ഥവും അറബിയൊക്കെ നന്നായി പഠിക്കണം ദുറൂസിൽ. എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹുകളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. എന്താണ്? എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹുകളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. അടുത്തത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അപ്പൊ ഇതിൽ ഇഷ്ടം പോലെ ആശയം വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല. എന്താണ് അതിന്റെ അർത്ഥം? നിശ്ചയം അള്ളാഹുവിന്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. അള്ളാഹുവിന്റെ അടുത്ത്, അഥവാ അള്ളാഹുവിന്റെ സന്നിധിയിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ ആരാണ്? നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. അടുത്തത്, 2 വീതം എഴുതാം. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാട്ടോ. ജിന്നുകളുടെ വിശേഷണങ്ങൾ 2 വീതം എഴുതാം. എന്തൊക്കെയാണ് ജിന്നുകളുടെ വിശേഷണങ്ങൾ? ഇതാ, തീ കൊണ്ടാണ് അള്ളാഹു ജിന്നുകളെ സൃഷ്ടിച്ചത്. അപ്പൊ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ. ജിന്നുകൾക്ക് ഏത് രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയും. അവർ ഭക്ഷണം കഴിക്കും. അത് എളുപ്പമുണ്ടല്ലേ? അവർ ഭക്ഷണം കഴിക്കുന്നു. എത്ര പ്രയാസങ്ങളുള്ള ജോലിയും എളുപ്പത്തിൽ ചെയ്യാൻ അവർക്ക് കഴിയും. അവർ സ്ത്രീകളും പുരുഷന്മാരുണ്ട്. ഇത് നമുക്ക് എളുപ്പമാണ്. അവർ ഭക്ഷണം കഴിക്കും, സ്ത്രീകളും പുരുഷന്മാരുണ്ട്. അവർ കല്യാണം കഴിക്കും, വിവാഹം ചെയ്യും, അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകും, അവർക്ക് നമ്മെ കാണാനും കഴിയും. അപ്പോൾ എളുപ്പമാണ്. ജിന്നുകളുടെ വിശേഷണം 2 എഴുതിയാൽ മതി. അടുത്ത ചോദ്യം എന്താ? റിദ്ദത്തിന്റെ ഉദാഹരണങ്ങൾ. റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകലാണ്. നമ്മൾ പറഞ്ഞു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾ ഇസ്ലാമിൽ നിന്ന് എപ്പോഴാണ് പുറത്തു പോകുക? അള്ളാഹു കാക്കട്ടെ. അള്ളാഹുവിനെ നിഷേധിച്ചു, അപ്പം പുറത്തു പോകും. അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിഷേധിച്ചു, അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യുക, 5 നേരത്തെ ഫർള് നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ നിഷേധിക്കുക, അങ്ങനെ നിസ്കാരമൊന്നുമില്ല എന്ന് പറയാം. വിവാഹം, കച്ചവടം പോലെയുള്ള ഇസ്ലാമിൽ ഹലാലായ കാര്യങ്ങൾ ഹറാമാണെന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. വ്യഭിചാരം, മദ്യപാനം പോലുള്ള ഇസ്ലാമിൽ ഹറാമായ കാര്യങ്ങൾ ഹലാലാണെന്ന് പറഞ്ഞു, അപ്പോഴും എന്താവും? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഒരു മുസ്ലിമിനെ കാഫിറാക്കുക,
ഷറഈ ഇൽമുകൾ എഴുതപ്പെട്ട മാലിന്യത്തിലിടുക എന്നിവ രിദ്ദത്തിന്റെ കാരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. അടുത്തത് വേഷവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വേഷവിധാനത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിവിടെ ഇഷ്ടം പോലെ ഉണ്ട്. വസ്ത്രം ഔറത്ത് മറയുന്നതാവണം, വൃത്തിയുള്ളതാവണം, ദുർമാർഗികളുടെ അനുകരിക്കരുത്, സ്ത്രീ തലമുടി കളയരുത്, പുരുഷൻ തലമുടി പിരടി വിട്ട് നീട്ടരുത്, ക്രോപ്പ് ചെയ്യരുത്, അവയവങ്ങൾ ആകൃതിയും അളവും പ്രകടമാകുന്ന ഇടുങ്ങിയ വസ്ത്രം ധരിക്കരുത്, ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിക്കരുത്. ഇങ്ങനെ എളുപ്പമുള്ള പഠിച്ചാൽ മതി. വസ്ത്രം ഔറത്ത് മറയുന്നതാവണം, വൃത്തിയുള്ളതാവണം, പിന്നെ സ്ത്രീ തലമുടി കളയരുത്, ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിക്കരുത്, അങ്ങനൊക്കെ ഉണ്ട്. അടുത്തത് തഖ്വ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ. തഖ്വ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾ തഖ്വ ഉള്ളവരായാൽ എന്താ? അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കും, അള്ളാഹുവിൽ നിന്ന് ഇൽമ ലഭിക്കും, പ്രയാസങ്ങൾ നീങ്ങൽ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഉപജീവനം ലഭ്യമാവൽ, ഇഹലോകത്തും പരലോകത്തും ആദരവ് ലഭിക്കൽ, പാപമോചനം നേടൽ, നരകമോചനം നേടൽ, സ്വർഗപ്രവേശനം ലഭിക്കൽ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ ദുറൂസിൻ്റെ മോഡൽ ചോദ്യപേപ്പർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.